ഹേ ഗൈസ്, എന്തൊക്കെ വിശേഷം? അങ്ങനെ 2025 ഏകദേശം കഴിയാനായി. ഇനി 2026 തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും പലരും ഇപ്പോൾ. എനിക്കറിയാം, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു ടൈറ്റായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ഇത് തന്നെയാണോ എനിക്ക് വേണ്ട ജോലി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ അവരുടെ ലൈഫ് സെറ്റാക്കുന്നു, നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു. പക്ഷേ നിങ്ങളപ്പോഴും ഒരു എത്തും പിടിയും കിട്ടാതെ ഒരു ചോദ്യചിഹ്നവും കൈ പിടിച്ചിങ്ങനെ നടക്കുകയായിരിക്കും. വാട്ട് എവർ. ബട്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ കൊണ്ടുവരികയാണ്. കല്യാണ പ്രൊപ്പോസൽ അല്ല കേട്ടോ, ഒരു 6 ആഴ്ച 6 വീക്സ് എനിക്ക് താ. ഈ 6 ആഴ്ച നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ജെനുവിൻലി, ഇൻറ്റൻസ്ലി ആൻഡ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. നിങ്ങളിൽ തന്നെ സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഈ 6 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾ ഭയങ്കര ഒരു സംഭവമായി മാറും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് നോട്ട് റിയൽ. ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് മാറാനായിട്ട്, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതിന് വേണ്ട ശീലങ്ങളും മൈൻഡ് സെറ്റും റൂട്ടീൻസും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ 6 ആഴ്ച കൊണ്ട് സാധിക്കും. അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ വീക്ക് 1 to 2 ദ ഫൗണ്ടേഷൻ. സോ നമുക്ക് ആദ്യത്തെ 2 ആഴ്ച എന്ത് ചെയ്യണം എന്ന് നോക്കാം. ദ ഫൗണ്ടേഷൻ. ഒരു കാര്യം ഇപ്പോഴേ പറയാം, ഈ ആദ്യത്തെ 2 ആഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ബിക്കോസ് ഇവിടെ നിങ്ങൾ കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഗെറ്റ് ബ്രൂട്ടലി ഓണസ്റ്റ് വിത്ത് അവർ സെൽസ്. സോ ഫസ്റ്റത്തെ കാര്യം, നിങ്ങളൊരു ലൈഫ് ഓഡിറ്റ് നടത്തണം. യെസ്, എന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ കോളത്തിൽ എഴുതുക വാട്ട്സ് വർക്കിംഗ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും വർക്ക് ആവുന്നത്. രണ്ടാമത്തെ കോളത്തിൽ വാട്ട്സ് നോട്ട് വർക്കിംഗ്, എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ആവുന്നില്ല എന്ന് എഴുതുക. ആൻഡ് മൂന്നാമത്തെ കോളത്തിൽ വാട്ട്സ് ഡ്രെയിനിങ് യു, അതായത് നിങ്ങളുടെ എനർജിയൊക്കെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ഈ 3ാമത്തെ കോളത്തിൽ എഴുതുക. ആൻഡ് എഴുതുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എഴുതണം കേട്ടോ. എൻ്റെ ലൈഫ് തീരെ പോരാ, ഞാൻ എന്താ ഇങ്ങനെയല്ല എഴുതേണ്ടത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സ്പെസിഫിക് ആയിട്ട് എഴുതണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നും 4 മണിക്കൂർ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ കളിച്ചിരുന്ന് സമയം കളയുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അത്ര നല്ലതല്ല, അതെന്നെ ഒരു മോശം പേഴ്സണാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, ബട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു വായനയുമില്ല. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതുക. നല്ലതും ചീത്തയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാതും എഴുതുക. ഇനിയുള്ള സ്റ്റെപ്പ് കുറച്ച് ക്രൂഷ്യലാണ് കേട്ടോ. നിങ്ങളുടെ ടൈം തീവ്സിനെ കണ്ടെത്തുക. അതായത് നിങ്ങളുടെ സമയം വെറുതെ കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മിക്ക ആൾക്കാരുടെയും സമയം കളയുന്നത് സോഷ്യൽ മീഡിയ, നെറ്റ്ഫ്ലിക്സ്, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട്, ഇതൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾ എന്തായാലും ഒരു 3 ദിവസത്തേക്ക് നിങ്ങളുടെ സമയത്തെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓരോ മണിക്കൂറും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതി വയ്ക്കുക. 3 ദിവസത്തേക്ക് മതി കേട്ടോ. നിങ്ങൾ തന്നെ ഷോക്കായി പോകും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വാല്യൂ നൽകാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്കപ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾ ഡോപ്പമൈൻ ഡീറ്റോക്സ് ലൈറ്റ് ചെയ്യണം. പേടിക്കണ്ട, ഡെയിലി 10 മണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനൊന്നും പറയുന്നില്ല. ഈ 2 ആഴ്ചത്തേക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു മേജർ ഡിസ്ട്രാക്ഷൻ കട്ട് ചെയ്യാം. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, അത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, വീഡിയോ ഗെയിംസ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കാം. നിങ്ങളുടെ മെൻ്റൽ സ്പേസിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് അതിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുക. യെസ്, നിങ്ങളെ കുറച്ച് അൺകംഫർട്ടബിൾ ആവും, ബോറടിക്കും, ഒന്നും ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട് ഫോൺ എടുക്കാൻ തോന്നും. ഗുഡ്. ആ ഡിസ്കംഫോർട്ടിലാണ് നിങ്ങൾ വളരാൻ തുടങ്ങുക. ആ ബോറടിക്കുന്ന സമയമല്ലേ, അപ്പം നിങ്ങൾ ചിന്തിക്കും ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അതേപോലെ ഈ 2 ആഴ്ച നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ. ഉറക്കം ഒഴിച്ച് നിന്നിട്ടൊന്നും നിങ്ങൾ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം, നിങ്ങളുടെ ബോഡിക്ക് റിക്കവറി വേണം. സോ ഡെയിലി കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പോവുക. അറ്റ്ലീസ്റ്റ് 7 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എഴുന്നേൽക്കാൻ മാത്രമല്ല, ഉറങ്ങാൻ പോവാനും അലാറം വെക്കുന്നത് നല്ലതാണ്. വീക്ക് 3 to 4 ബിൽഡിംഗ് യുവർ എൻജിൻ. അങ്ങനെ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഫേസിലോട്ട് കിടക്കുകയാണ്. വീക്ക് 3 to 4 ബിൽഡിംഗ് യുവർ എൻജിൻ. യെസ്, ഇനി എൻജിൻ പണിക്ക് കയറ്റാൻ പോവാണ്. നിങ്ങളോട് ഓണസ്റ്റായി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ കണ്ടെത്തി ഉറക്കത്തിൻ്റെ സമയം ശരിയാക്കി ആൻഡ് സമയവും നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ ആ ഫൗണ്ടേഷനിൽ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതെ, ഈ ഒരു ഫേസിൽ നമ്മൾ പുതിയ ശീലങ്ങൾ കൊണ്ടുവരികയും വാല്യബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയുമാണ്. അടുത്ത വർഷം സെറ്റാക്കണ്ടേ, അതിനുള്ള എൻജിനാണ് നമ്മൾ ഇനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്, മോർണിംഗ് റൂട്ടീൻ. യെസ്, എനിക്കറിയാം എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് പറയാറുള്ളതാണ്. എന്നാൽ അതിനൊരു കാരണമുണ്ട്, ഇത് വർക്കാവും. ബട്ട് നിങ്ങൾക്കൊരു ക്രേസി മോർണിംഗ് റൂട്ടീൻ ഒന്നും വേണം എന്നില്ല. ഒരു 1.5 മണിക്കൂർ നിങ്ങളെ സക്സസ്സിലോട്ട് എത്തിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്: എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എഴുന്നേറ്റ് ശീലാവുക. വേണ്ടെങ്കിലും ഒക്കെ ഒരേ സമയത്ത് തന്നെ എഴുന്നേറ്റ് ശീലാവുക. ആദ്യത്തെ 1 മണിക്കൂർ നോ ഫോൺ എടുക്കരുത്, സീരിയസ്ലി. കാരണം ഫോൺ എടുത്താലുണ്ടല്ലോ അന്നത്തെ നിങ്ങളുടെ ദിവസം തീരുമാനിക്കാനായിട്ട് മറ്റുള്ളവരെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് വേണ്ട. പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു 10-15 മിനിറ്റ് ഒന്ന് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ദെൻ ഒരു 20 മിനിറ്റ് എന്തെങ്കിലും പഠിക്കുക ഇരുന്നിട്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുക. ഒരു പേപ്പർ എടുത്തിട്ട് അന്ന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കാം. 100 കാര്യങ്ങളൊന്നും എഴുതണ്ട, ജസ്റ്റ് 3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇനി പഠിക്കാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്കില്ല് സെലക്ട് ചെയ്യുക. ഒറ്റൊരു സ്കില്ല്. ചിലർക്കത് വീഡിയോ എഡിറ്റിംഗ് ആവും, ചിലർക്ക് ഡിസൈനിങ് ആവും, ചിലർക്ക് കോഡിംഗ് ആവും, പബ്ലിക് സ്പീക്കിംഗ് ആവാം, എനിത്തിങ്. പ്രാക്ടിക്കലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്കില്ല്. ഡെയിലി ഒരു 30 to 60 മിനിറ്റ്സ് ആ ഒരു സ്കില്ലിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. യൂട്യൂബിൽ നോക്കാം, ഫ്രീ കോഴ്സുകൾ എടുക്കാം, പെയ്ഡ് കോഴ്സസ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാം. ദ കീ ഈസ് കൺസിസ്റ്റൻസി. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്യുന്നു, പിന്നെ 2 ദിവസം ചെയ്യുന്നില്ല, പിന്നെ 4 ദിവസം ചെയ്യുന്നു, പിന്നെ ചെയ്യുന്നില്ല, അങ്ങനെ ആവരുത്. ഡെയിലി ചെയ്യുക. ഞാൻ UI UX പഠിക്കാനായിട്ട് ചെയ്തത് യൂഡമിയിൽ നിന്ന് ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തു. എന്നിട്ട് ഡെയിലി 1 to 2 hours ഞാൻ ഇരുന്ന് പഠിച്ചു. ഞാനത് സ്പ്രെഡ്ഷീറ്റിൽ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഡെയിലി ഞാൻ എത്ര നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. സോ അതുപോലെ നിങ്ങൾക്ക് വേണ്ട സ്കില്ല് ഏതാണ് എന്ന് കണ്ടെത്തുക. അതിനുവേണ്ടി ഡെയിലി കുറച്ച് സമയം മാറ്റിവെക്കാം. അതേപോലെ ഈ ഫേസിൽ സ്റ്റാർട്ട് മൂവിങ് യുവർ ബോഡി. ശരീരമൊക്കെ ഒന്ന് അനങ്ങണം. ബട്ട് ജിമ്മിൽ പോകണം എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഡെയിലി ഒരു 30 മിനിറ്റ്സ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. നടക്കാൻ പോവാം, ഓടാൻ പോവാം, ഹോം വർക്കൗട്ട് ചെയ്യാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, വാട്ടെവർ. ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആയാൽ നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റിയും കൂടും. മറ്റൊരു കാര്യം, ഡെയിലി ജേർണലിംഗ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മതി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്. അതായത് ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതുക. ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടായി, ഇനി നാളെ ബെറ്ററായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എക്സെട്ര. ഇത് നിങ്ങളെ സെൽഫ് അവെയർ ആക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു മോട്ടിവേഷൻ ആൻഡ് ഒരു ഇൻറ്റൻഷൻ നൽകും, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീക്ക് 5 to 6 എക്സ്പാൻഷൻ. ഇനി 5ാമത്തെയും 6ാമത്തെയും ആഴ്ചയാണ്. ആൻഡ് അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഉറക്കം ശരിയാക്കി, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി, ആൻഡ് നല്ലൊരു സ്കില്ല് പഠിക്കുന്നുണ്ട്. ഇനി നമ്മളത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ദീസ് ഫൈനൽ 2 weeks ആർ അബൌട്ട് കണക്ഷൻ ആൻഡ് ക്രിയേഷൻ. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇതുവരെ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ആൻഡ് അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യായിരുന്നു. ബട്ട് ഇനി നമ്മളത് മറ്റുള്ളവരുമായിട്ട് കൂടി ഷെയർ ചെയ്യാണ്, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ശരിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ, സത്യസന്ധമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. നിങ്ങളുടെ ലൈഫിൽ ആര് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് നല്ലത്, ആരാണ് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നത്, ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ആൻഡ് അതേപോലെ തന്നെ ആരാണ് നിങ്ങൾക്ക് അത്ര നല്ലതല്ലാത്തത്, ആരാണ് നിങ്ങളെ മോശം ശീലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ആരാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്തുക. ബട്ട് എന്ന് വെച്ച് നിങ്ങളെല്ലാവരെയും ഒഴിവാക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ബട്ട് ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ആൻഡ് അത്ര നല്ലതല്ലാത്ത കൂട്ടുകെട്ട് മാക്സിമം കുറയ്ക്കുക. സിമ്പിൾ. അതേപോലെ ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങുക. എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കോഡിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യുക. അത് പെർഫെക്റ്റ് ആവണം എന്നൊന്നുമില്ല, ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. കാരണം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് കൂടുക.
കുറേ കൺസ്യൂം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, കുറേ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് നോക്കണം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ, ബട്ട് ആക്ഷൻ എടുത്തിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഫൈനൽ വീക്സിൽ 2026 കുറിച്ച് ഒന്ന് ചിന്തിച്ച് തുടങ്ങാം. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഈ വർഷം നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്? സ്പെസിഫിക് ഗോൾസ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. ജൂൺ ആകുമ്പോഴേക്ക് എവിടെ എത്തണം, നെക്സ്റ്റ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ എവിടെ എത്തണം. തിങ്ക് അബൌട്ട് ഇറ്റ്. നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടി പറയാം, നിങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ട്, നിങ്ങളുടെ ആ ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരുമായിട്ട് ആ ഗോൾസ് അതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 6 വീക്സ് പ്ലാൻ. പക്ഷേ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. സോ ലിസൺ കെയർഫുള്ളി. ഇപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, ഇതിന് മുന്നേ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും വർക്ക് ആവില്ല എന്ന്. മിക്ക ആൾക്കാരും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൽ ഫെയിലാവുന്നത് അവർ ലേസി ആയിട്ടോ വീക്കായിട്ടോ ഒന്നുമല്ല. അവർക്ക് ഒറ്റയടിക്ക് മാറ്റം വരണം, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. എന്നിട്ട് കാര്യങ്ങളൊന്ന് ഹാർഡാവാൻ തുടങ്ങുമ്പോഴേക്കും ഗിവ് അപ്പ് ചെയ്യും. പിന്നെ എങ്ങനെ നടക്കുക? 6 വീക്സ് എന്നതൊരു മാജിക് നമ്പറൊന്നുമല്ല. ഈ 6 ആഴ്ച കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറാനും പോകുന്നില്ല. ബട്ട് ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യാൻ ഈ സമയം മതിയാവും. യെസ്, നിങ്ങൾക്കൊരു കാര്യത്തോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ ഈ സമയം മതി. റിയൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണാനും ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഉണ്ടാവാനും നിങ്ങളെക്കൊണ്ട് എത്രത്തോളം കേപ്പബിൾ ആണ് എന്ന് മനസ്സിലാക്കാനുമൊക്കെ ഈ സമയം മതിയാവും. ആൻഡ് ഈ 6 ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. രാവിലെ കറക്റ്റ് ടൈമിൽ എണീക്കണ്ട എന്ന് തോന്നുന്ന ദിവസങ്ങൾ വരും. ലേണിങ് സ്കിപ്പ് ചെയ്യാൻ തോന്നും. അത് നോർമലാണ്. ട്രാൻസ്ഫോം ചെയ്യുന്നവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നവരും തമ്മിലുള്ള മെയിൻ വ്യത്യാസം അവർ ഈ പറഞ്ഞ ദിവസങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. ഒരു ദിവസം മോശമായി എന്ന് വിചാരിച്ച് ആ പേരും പറഞ്ഞ് ആ ആഴ്ച കംപ്ലീറ്റ്ലി മോശമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഫെയിലാവുമ്പോൾ ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പഠിക്കുക ആൻഡ് മൂവ് ഓൺ. ഒരു ദിവസം ബ്രേക്കായി എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോഗ്രസ് ഈസ് നോട്ട് ലീനിയർ. അതായത് പ്രോഗ്രസ് ഉണ്ടാവുന്നത് ഒരു പെർഫെക്റ്റ് ലൈനായിട്ടല്ല. ചില ദിവസം ഉയർച്ചകളായിരിക്കും, ചില ദിവസങ്ങൾ താഴ്ചകളായിരിക്കും. ബട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ തുടങ്ങിയ സമയത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉയരത്തിലായിരിക്കണം. അതാണ് വേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളിത് ശരിക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സംഭവിക്കാം? ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾക്കൊരു മൊമെൻറ്റം ഉണ്ടാവും, റിയൽ മൊമെൻറ്റം, ഒരു സ്റ്റാർട്ടിങ് കിട്ടും. വിചാരിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. നെക്സ്റ്റ് കാര്യം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. നിങ്ങളുടെ ലൈഫിൽ ആ നോയ്സും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഒഴിവാക്കുമ്പോൾ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് എവിടെ എത്തണം എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ടാവും, നല്ല ശീലങ്ങളുണ്ടാവും. നിങ്ങളുടെ ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റും. അതൊരു കരിയറായിട്ട് മാറ്റാനും പറ്റും. ജേർണലിംഗ് ചെയ്തതോ അത് നിങ്ങളുടെ വളർച്ചയുടെ ഒരു റെക്കോർഡ് ബുക്കായിട്ട് ഇങ്ങനെ മാറും. നെക്സ്റ്റ് വർഷത്തേക്കുള്ള ഒരു ഫൗണ്ടേഷനായിട്ട് ഈ 6 ആഴ്ച മാറും. ബട്ട് അഗെയിൻ, എല്ലാം പെർഫെക്റ്റ് ആവും എന്ന് വിചാരിക്കരുത്. ഫോക്കസ് ഓൺ പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. സോ നമ്മുടെ 6 വീക്സ് പ്ലാൻ പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്ന് മുതലാണ് നിങ്ങളിത് തുടങ്ങുന്നത് എന്ന് തീരുമാനിക്കുക. അത് കലണ്ടറിൽ മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിലെ ഒരു മേജർ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തുക ആൻഡ് അത് കട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്കില്ല് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സ്കില്ല്, അത് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തുക. ലൈക്ക് യൂട്യൂബ്, കോഴ്സസ്, ബുക്സ്, എനിത്തിങ്. സ്റ്റെപ്പ് നമ്പർ 4, നിങ്ങളുടെ ചുറ്റുപാട്, എൻവയോൺമെൻറ്റ് സക്സസ്സിനായിട്ട് സെറ്റപ്പ് ചെയ്യുക. ആവശ്യമില്ലാത്ത ആപ്സൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. മോർണിംഗ് റൂട്ടീൻ സെറ്റാക്കാം. സ്റ്റെപ്പ് നമ്പർ 5, പറ്റുമെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക. എന്ന് വെച്ചാൽ ഈ ഒരു ജേണിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ട്രാക്ക് ചെയ്യാനും വേണ്ട മോട്ടിവേഷൻ തരാനും ഒക്കെ അതിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കണ്ടെത്തുക. സോ ഗൈസ്, ഇനി 2026 വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണല്ലോ? എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ടോട്ടലി ഫ്രീ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.